വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. സൂചിപ്പാറയിലെ സൺറൈസേഴ്സ് വാലിയിൽ പ്രത്യേക തെരച്ചിൽ ഇന്ന് നടത്തും. വ്യോമസേന ഹെലികോപ്റ്റർ സഹായത്തോടെയാണ് തെരച്ചിൽ നടത്തുക. ചാലിയാറിലും പരിസര മേഖലകളിലുമെല്ലാം സജീവമായ പരിശോധന ഇന്ന് നടത്താനാണ് തീരുമാനം. 402 പേരുടെ മരണമാണ് എന്നതാണ് ഇതുവരെ ലഭിക്കുന്ന കണക്ക്. 180 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ഇത് സംബന്ധിച്ച് തെരച്ചിൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും എല്ലാ സാധ്യതകളും തേടിക്കൊണ്ട് തെരച്ചിൽ മുന്നോട്ട് പോകും. തെരച്ചിൽ നിർത്തിവെക്കില്ല എന്ന് സർക്കാർ ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ട്. 11 മണിയോടുകൂടി ഈ തെരച്ചിൽ സ്ഥലത്തേക്ക് മന്ത്രിമാർ വരുന്നുണ്ട്. നമുക്ക് അവരുടെ വാർത്തകളിലേക്കും കൂടി വരാം. എന്തായാലും ഇന്ന് തെരച്ചിൽ സജീവമായി തന്നെ മുന്നോട്ട് പോകും. പ്രദേശം അവിടെ 700-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്ഥലം. അതിൽ അവരുടെ കുടുംബങ്ങളും കുട്ടികളെല്ലാം സ്കൂൾ റോഡ് ആ ഭാഗങ്ങളിൽ അങ്ങനെ മുണ്ടക്കായ് പ്രദേശത്തുള്ള ഇവിടെ പുറത്തുനിന്ന് ജോലിക്ക് വന്ന അതിഥി തൊഴിലാളികളായിട്ട് ഇതൊന്നും സർക്കാർ കണക്ക് 150 അതൊന്നും ഒരു കണക്കിലാവുന്നതല്ല. പക്ഷെ അതിലും അപ്പുറം ജനങ്ങൾ പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ അതിഥി തൊഴിലാളികളെ ഒന്നും കണക്കൊന്നും ആർക്കും കിട്ടിയില്ല. വീടുകളിൽ നിന്ന് തന്നെ പോയ ആളുകളെ കണക്ക് കൃത്യമായി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ 180 എന്ന് പറയുന്നത് ഒന്നും കണക്കായിട്ട് കൃത്യമായ കണക്കല്ല. അതിലും അപ്പുറം ആളുകൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. അതായത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനും പോയിട്ടില്ല. അതിൽ മോളെ ഇന്നലെ കിട്ടിയത്, മോനെ കിട്ടിയിട്ടില്ല. അങ്ങനെ കണക്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് കിട്ടാൻ. അപ്പോൾ ഇനി നമ്മളെ സർക്കാർ സംവിധാനം ഇതിൽ തെരച്ചിൽ ഒന്നും കൂടി ഊർജിതമായിട്ട് വന്നിക്കുകയാണെങ്കിൽ കുറേം കൂടിയും ബോഡികൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. MG മിഥുൻ നമുക്കൊപ്പം ആദ്യം ചേരുന്നു. ഡാൻ കുര്യനും പിന്നാലെ ചേരും. ആദ്യം ചൂരൽമലയിൽ MG മിഥുനുണ്ട്. മിഥുൻ, അല്പസമയം മുമ്പ് പ്രതികരിച്ച വ്യക്തി അടക്കം പറയുന്നത് സർക്കാർ സംവിധാനം ഇനിയും ഉണരണം, ഇനിയും പരിശോധന നടക്കണമെന്നതാണ്. അങ്ങനെയെങ്കിൽ വ്യക്തത ഉണ്ടാകുമെന്നതാണ്. പരിശോധനാ സംവിധാനങ്ങളിൽ ഇന്നിപ്പം അപകടം നടന്ന ദിവസങ്ങൾ പിന്നിടുകയാണ്, ഒരാഴ്ച പിന്നിടുകയാണ്. പരിശോധനാ രീതികളിൽ അല്പം പിന്നോട്ട് പോക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ ഊർജ്ജസ്വലതയോടെ തന്നെയുള്ള പരിശോധനകൾ ഇന്നും തുടരുകയാണോ മിഥുൻ? കഴിഞ്ഞ 7 ദിവസം എങ്ങനെയായിരുന്നു ഈ ഒരു പരിശോധന നടന്നത്, തെരച്ചിൽ നടന്നത്, അതേ രീതിയിൽ തന്നെ അതിലൊരു കുറവും സംഭവിക്കാത്ത രീതിയിൽ എല്ലാ വിഭാഗങ്ങളുടെയും ഒത്തൊരുമയുടെ രീതിയിലുള്ള ഒരു തെരച്ചിൽ പ്രവർത്തനം തന്നെയാണ് ഇവിടെ ഇപ്പോഴും നടക്കുന്നത്. കാരണം ഇന്ന് ഓരോ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഓരോ റീജിയൻ തിരിച്ച് അല്ലായിരുന്നു ഈ ഒരു പരിശോധന നടത്തിയത്. പക്ഷേ എങ്കിൽ ഇന്ന് കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഈ പറയുന്ന പ്രദേശവാസികൾ പറയുന്ന മേഖലകൾ കൂടി, അതായത് ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പ്രദേശങ്ങളുണ്ട്, അവിടെ ഒറ്റപ്പെട്ടു പോയ ചില ഇടങ്ങളുണ്ട്, സൺറൈസേഴ്സ് വാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇതുവരെയും തെരച്ചിൽ നടത്താൻ സാധിക്കുകയും ചെയ്യാത്തൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഹെലികോപ്റ്റർ മാർഗം വ്യോമസേനയുടെ ഹെലികോപ്റ്റർ മാർഗം അവിടെ ഒരു വിദഗ്ധ സംഘത്തെ 12 പേരടങ്ങുന്ന വിദഗ്ധ സംഘത്തെയാണ് അവിടേക്ക് ഈ ഒരു തെരച്ചിലിനായി അയക്കുന്നത്. അതിൽ 6 പേർ സേനാംഗങ്ങളാണ്. ഒപ്പം തന്നെ 2 പേർ വിദഗ്ധ പരിശീലനം ലഭിച്ചിട്ടുള്ള 2 വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരടങ്ങിയ ഒരു ടീമാണ് അവിടേക്ക് പോയിട്ടുള്ളത്. അവിടെ നിന്ന് ഈ ഒരു തെരച്ചിൽ പൂർത്തിയാക്കി അവിടെ ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങളോ കണ്ടെത്താനാകുമെന്നാണ് അവർ കരുതുകയും ചെയ്തത്. അവിടെ ആ ചാലിയാറിന്റെ ഇരു കരകളിലുമായി നേരത്തെ നടത്തിയ പരിശോധനയിലൊക്കെ തന്നെ നിരവധി മൃതദേഹങ്ങൾ ആ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രദേശത്തേക്ക് പോകാൻ സാധിച്ചിട്ടില്ലായിരുന്നു. കൂടാതെ തന്നെ നിലവിൽ ഇന്ന് നടക്കുന്നത് 6 സെക്ടറായിട്ട് തിരിച്ചുകൊണ്ടാണ്. പുഞ്ചിരിമട്ടത്തും ഒപ്പം തന്നെ ഈ മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ 6 സെക്ടറാക്കി തിരിച്ചുകൊണ്ട് ഓരോ സന്നദ്ധ പ്രവർത്തകരെയും സംഘടനയും ഒക്കെ കൃത്യമായി ടീമായി തിരിച്ചുകൊണ്ട് അവിടെ സേനാ വിഭാഗങ്ങളുടെ ഒരു ടീം അവിടെ ഉണ്ടാകും. അവർ നേതൃത്വം നൽകിക്കൊണ്ട് കൃത്യമായി അവിടുത്തെ ഈ മണ്ണുകൾ മുഴുവൻ മാറ്റി, കല്ലുകൾ മുഴുവൻ മാറ്റി, മാനുവലായി തന്നെ മാറ്റി അവിടുത്തെ കൃത്യമായി പരിശോധന നടത്തുന്നത് 100% ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ആ മേഖലയിൽ നിന്ന് അവർ തെരച്ചിൽ പൂർത്തിയാക്കുകയും ചെയ്യുന്നത്. കാരണം അവിടെ വേറൊന്നും കണ്ടെത്താനാകുന്നില്ല, അവിടെ മറ്റൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർ തെരച്ചിലുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയതുപോലെ തന്നെ നിരവധി ഹോട്ട്സ്പോട്ടുകൾ ഇന്നുമുണ്ട്. ഈ ചൂരൽമലയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം 2 മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു. ആ 2 മൃതദേഹം ലഭിച്ചതും ഈ സമീപത്ത് ഒഴുകിപ്പോയ സമയത്ത് ഈ മണ്ണിടിഞ്ഞു വന്ന പ്രദേശത്തിന് തൊട്ട് മുകളിലായിട്ടുള്ള പല വീടുകളും ഭാഗികമായി തകർന്നിട്ടുണ്ട്. അവിടെയൊക്കെ മൺകൂനകൾ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. ആ പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്തപ്പോഴായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹം കൂടി ലഭിക്കുകയും ചെയ്തത്. അത് ജനലിനോട് ചേർന്ന് കുരുങ്ങിക്കിടക്കുന്ന നിലയിൽ, അഴുകിയ നിലയിലാണ് ആ ഒരു മൃതദേഹം കണ്ടെത്തിയത്. ഒപ്പം തന്നെ മറ്റൊന്ന്
ഇതിന് സമീപത്തായുള്ള വില്ലേജ് ഓഫീസിന്റെ ടെറസിന് മുകളിലാണ് ഈ ഒരു മൃതദേഹ അവശിഷ്ടങ്ങൾ, ഈ ഒരു ശരീരഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തത്. അത്തരത്തിൽ കൃത്യമായ രീതിയിൽ ഓരോ മേഖല കേന്ദ്രീകരിച്ച്, അതായത് ആളുകൾ ഇതിനു മുമ്പ് തന്നെ പോയി ഈ ഒരു പരിശോധന നടത്താത്ത ഇടങ്ങളുണ്ട്. ആ മേഖലകൾ ഇവിടുത്തെ പ്രദേശവാസികൾ കാണിച്ചു നൽകുന്നുണ്ട്. കൂടാതെ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ ആ സമയത്ത് ഇതിനു മുമ്പ് തന്നെ പലരും സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇറങ്ങി ആദ്യഘട്ടങ്ങളിൽ ഈ ഒരു ദുരന്തമുണ്ടായ സമയത്ത് ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെടുത്തി മറ്റ് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക്, നീലിബലം പോലെയുള്ള സമീപത്തുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ മാറ്റിയിട്ടുള്ള ആളുകൾ അവരിപ്പോൾ അവരെ ഇവിടെ കടത്തിവിടുന്നുണ്ട്. അവരിൽ നിന്ന് ഇവർ വിവരങ്ങൾ തേടുന്നുണ്ട്. എത്രത്തോളം ആളുകളുണ്ട് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അവർ പരിശോധിച്ച ശേഷമാണ് ഏതൊക്കെ മേഖലയുണ്ട്. കൂടുതൽ തോട്ടം മേഖലയാണ്. ഈ തേയിലത്തോട്ടങ്ങൾ പല ഭാഗങ്ങളുണ്ട്. അവിടെയൊക്കെ മൺകൂനകളായി ഇങ്ങനെ കല്ലും മണ്ണുമായി ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട്. ആ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ താഴെ ഭാഗത്ത് ഇവിടെ നിന്ന് ആ മുകളിൽ ഭാഗത്തേക്കാണ് ഈ പറയുന്ന മുണ്ടക്കൈ, പുഞ്ചിരിപ്പട്ടം അടക്കമുള്ള പ്രദേശങ്ങൾ. ഇവിടെ താഴോട്ട് പോകുമ്പോഴാണ് ഈ പറയുന്ന അട്ടമല എന്ന പ്രദേശമുള്ളത്. ആ ഭാഗത്ത് നിരവധി റിസോർട്ടുകൾ ഉണ്ടായിരുന്നു, എസ്റ്റേറ്റ് ലയങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ മുണ്ടക്കൈ ഭാഗത്തും ഒക്കെ തന്നെ എസ്റ്റേറ്റ് ലയങ്ങളുണ്ടായിരുന്നു. നിരവധി അതിഥി തൊഴിലാളികൾ ഇപ്പോൾ സർക്കാർ പറയുന്നതനുസരിച്ച്, സർക്കാരിന്റെ അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം 180 പേരോളം ആണ് ഇനി കണ്ടെത്താനുള്ളത് എന്നാണ് ഒരു ഏകദേശമായിട്ടുള്ള ഒരു ചിത്രം വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവർ പറയുന്നതനുസരിച്ച് അതിനു മുകളിൽ ആളുകളെ കാണാനുണ്ട്. അതായത് അതിഥി തൊഴിലാളികൾ നമ്മൾ പറയുന്ന രീതിയിലല്ല, കൂടുതൽ പേരുണ്ടായിരുന്നു. അവരുടെ യാതൊരുവിധ കണക്കുകളുമില്ല. അവരെത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മാത്രമേ പറയാൻ സാധിക്കൂ. അവരുടെ നില ഇപ്പോഴും ആ ഒരു രീതിയിൽ, അതായത് ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരും ഒപ്പം തന്നെ ഹോസ്പിറ്റലിൽ കഴിയുന്ന നിരവധി ആളുകളുണ്ട്. അവരുടെ മനോനില ഇതുവരെയും ഈ ഒരു ദുരന്തത്തിന്റെ ആ ഒരു മുഖത്ത് നിന്ന്, അത് കണ്ടതിന്റെ ആ ഒരു ഞെട്ടലിൽ നിന്ന് ഇതുവരെയും അവർക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അവരെന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ അവിടെയൊക്കെ എത്രത്തോളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നിലവിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന സമീപ പ്രദേശത്ത് രക്ഷപ്പെട്ടു പോയിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെത്തി ആളുകളെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ആളുകളെ ഇവിടെ എത്തിച്ച് ഇവിടെയൊക്കെ പരിസരത്ത് എവിടെയൊക്കെയായിരുന്നു വീടുകൾ ഉണ്ടായിരുന്നത്, എത്രത്തോളം വീടുകൾ ഉണ്ടായിരുന്നു, എത്രത്തോളം ആളുകൾ അവിടെ താമസിച്ചിരുന്നു എന്നടക്കമുള്ള കണക്കുകൾ ആണ് ഇപ്പോൾ എടുക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ, എ കെ ശശീന്ദ്രൻ, ഒപ്പം തന്നെ കളക്ടർ, മറ്റുദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു രാവിലെ മുതൽ തന്നെ. അത് വലിയ രീതിയിൽ ഈ ഒരു ദൌത്യത്തെ കാര്യമായി തന്നെ വെല്ലുവിളി ഉയർത്തിയിരുന്നു. ഈ ഒഴുകിപ്പോകുന്ന പുഴയുടെ ഒഴുക്ക് അതിശക്തമായി തുടരുകയും ചെയ്യുകയാണ്. എന്തായാലും കുറച്ചു നേരമായി മഴയ്ക്കൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്, ആശ്വാസകരമായിട്ടുള്ള ഒരു സ്ഥിതി തന്നെയാണ് എന്തായാലും ഉള്ളത്. വീണ്ടും തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. NDRFന്റെ നേതൃത്വത്തിലും ഒക്കെ തന്നെയായി വിവിധ ഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു രക്ഷാ ദൌത്യമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ചാലിയാർ പുഴയുടെയും ഒപ്പം തന്നെ പ്രധാനമായും സൂചിപ്പാറയുടെ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു. ആ ഭാഗങ്ങളിൽ നിരവധി മണ്ണുകൾ വന്നടിയുകയും മരങ്ങൾ കൂട്ടത്തോടെ കടപുഴകി കിടക്കുന്ന ഒരു പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ എത്തിപ്പെടണം, അവിടെയൊക്കെ പരിശോധന നടത്തണമെന്നുള്ളതാണ്. പക്ഷേ അവിടേക്ക് ആളുകൾക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എയർലിഫ്റ്റിലൂടെ മാത്രമേ, ഈ ഒരു ഹെലികോപ്റ്ററിന്റെ സഹായത്തോട് മാത്രമേ അവിടുത്തെ പരിശോധനകൾ നടത്താൻ സാധിക്കുകയും ചെയ്യൂ. കാരണം 18 പേർ കഴിഞ്ഞ ദിവസം ആ മേഖലയിലാണ് രക്ഷാദൌത്യത്തിനായിട്ട് ഇറങ്ങിയിട്ടുള്ള 18 പേരായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ കുടുങ്ങുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ദുഷ്കരമായ ഒരു ഇടമാണ്. അവിടേക്ക് താഴേക്ക് ഇറങ്ങുന്നതിന് പോലും റോപ്പ് ഉപയോഗിച്ച് വേണം അവർക്ക് താഴേക്ക് ഇറങ്ങാൻ. അത് വലിയ ദുഷ്കരമായിട്ടുള്ള ശ്രമകരമായിട്ടുള്ള ദൌത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അവിടെ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള പരിശോധന നടത്താനുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നു. വരും ദിവസങ്ങളിൽ ആ രീതിയിൽ തന്നെയാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിലവിൽ ഈ ഒരു തെരച്ചിലിന് യാതൊരു കുറവുമില്ല. ഇന്ന് നിലവിൽ ഈ മേഖലയിൽ നിന്ന്, അതായത് കഴിഞ്ഞ ദിവസം ലഭിച്ച മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ള ആ മേഖലകളിലൊക്കെ തന്നെ കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട്. ഈ പ്രദേശവാസികൾ വന്ന് കാണിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഈ ഒരു പരിശോധന ഇപ്പോൾ കൃത്യമായി പുരോഗമിക്കുന്നുണ്ട്. സൈത, യെസ്, മിഥുൻ സൂചിപ്പിച്ചതുപോലെയാണ് പരിശോധനയിൽ ഒട്ടും പിന്നോട്ട് പോക്കുണ്ടായിട്ടില്ല. ശക്തമായ പരിശോധന തന്നെ, എല്ലാ സമഗ്രമായ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന തന്നെ നടക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ചാലിയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദഗ്ധ പരിശോധനയുണ്ട്. ഹെലികോപ്റ്റർ, വ്യോമസേനയുടെ ഹെലികോപ്റ്റർ സാധ്യത അതിനുവേണ്ടി പരമാവധി പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് സാഹചര്യം. നമുക്ക് വയനാട്